നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ സമയത്തെയും ഓരോ കാലത്തെയും പ്രയോഗങ്ങൾ കടക്ക് പുറത്ത് മുതൽ പരനാറി പ്രയോഗം വരെ ഏവർക്കും ഓർമ്മയുള്ളതാണ്. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ ഒരു പുരോഹിതനെക്കുറിച്ച് വിവരദോഷി എന്നുള്ളൊരു പരാമർശമാണ് പിണറായി വിജയൻ ഉയർത്തിയിരിക്കുന്നത്. ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത്. ഇതിനെ ഞങ്ങൾ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു. എങ്ങനെ കേരളത്തിന് ഇതേ രീതിയിൽ അതിജീവിക്കാനായി എന്ന് ചോദിക്കുകയുണ്ടായി. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിയും. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേരിട്ട ദുരന്തം, ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് നമുക്ക് കേരളത്തിലെ ഇടതുമുന്നണിയുടെ കനത്ത തോൽവിയിൽ CPM-നെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് യാക്കോബായ നിരണം മുൻ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ പരാമർശമാണ് ഇപ്പോൾ വലിയ തോതിൽ വൈറലായിരിക്കുന്നത്. ഇടതുപക്ഷത്തെ രണ്ടാം തവണയും അധികാരത്തിലേറ്റിയത് പ്രളയമാണ് എന്ന് ഗീവർഗീസ് മാർ കുർലോസ് നടത്തിയ പരാമർശത്തെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ രംഗത്ത് വന്നത്. ഇനിയും പ്രളയം ഉണ്ടാകട്ടെ എന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനത്തിനിടയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുകുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള വിമർശനം ഉന്നയിച്ചു. മറ്റൊരു സർക്കാരിനും ഇത്രയധികം ക്രൂരത നേരിടേണ്ടി വന്നിട്ടില്ല എന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഒന്നാം പിണറായി സർക്കാരിന് പ്രകൃതി ദുരന്തങ്ങളെയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ രണ്ടാം സർക്കാരിന് മറ്റു പല പ്രതിസന്ധികളെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രളയം വന്നതുകൊണ്ടാണ് സർക്കാർ അധികാരത്തിലെത്തിയതെന്നും ഇനി പ്രളയം ഉണ്ടാകില്ലെന്ന് ഓർക്കണമെന്നും ഒരു പുരോഹിതൻ പറഞ്ഞതായി താൻ മാധ്യമങ്ങളിലൂടെ കണ്ടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഇങ്ങനെ പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് ആ വാക്കുകൾ വ്യക്തമാക്കുന്നത്. നമ്മളാരും വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെ അതിജീവിച്ചത്, ചെറുത്ത് നിന്ന് തോൽപ്പിച്ചത്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സോദരേതന വാഴുന്ന നാടാണ് കേരളം. അത്തരമൊരു നാടിന് മാത്രമേ ഒത്തൊരുമിച്ച് മുന്നേറാനായി സാധിക്കൂ. 2021 ശേഷം 3 വർഷം നാടിനെ ശരിയായ നിലയ്ക്ക് മുന്നോട്ട് നയിക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറായത്. അതിലെന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചിലർ നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയായിരുന്നു മെത്രാപ്പോലീത്ത പിണറായി വിജയൻ സർക്കാരിനെതിരായ ഗുരുതര വിമർശനം ഉന്നയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നും ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഒരു പാഠം പഠിക്കാൻ ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഈ കുറിപ്പിലുണ്ടായത്. അതിന് മറുപടിയായി തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ തിരഞ്ഞെടുപ്പ് കാലത്തെ പെരുമാറ്റച്ചട്ടം കാരണം പലതും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കാലപൂർവ്വ ശുചീകരണ യോഗം പോലും നടത്താൻ കഴിഞ്ഞില്ല. ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിന് പ്രവർത്തിക്കാനായി സാധിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. ജനം സർക്കാരിനൊപ്പവും സർക്കാർ ജനത്തിനൊപ്പവുമാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി
ഇതിന് പിന്നാലെ തന്നെ പ്രകാശനം ചെയ്തു. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതുമടക്കം കൃത്യമായ വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.